നമസ്കാരം സുഹൃത്തുക്കളെ. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ആത്മീയ കേന്ദ്രമാണ് മിനി പളനി എന്നറിയപ്പെടുന്ന മയിലാടുംകുന്ന് പളനി ടെമ്പിൾ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ പളനി മുരുകൻ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്ന് ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. വെള്ളിപ്പറമ്പിന് സമീപമുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഭക്തരുടെ മനസ്സിൽ ഒരു പ്രത്യേക ആത്മീയ അനുഭവം നിറയാൻ തുടങ്ങും. കുന്നിൻ മുകളിലേക്ക് കയറുന്ന ഓരോ ചുവടും ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുക ഭഗവാന്റെ അനുഗ്രഹം തേടി ദിവസേന നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിലും കാർത്തിക നാളുകളിലും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവധി ദിവസങ്ങളിലും നല്ല തിരക്കാണ് ഇവിടെ. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിന്റെ ശാന്തമായ അന്തരീക്ഷമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ സ്ഥലം മനസ്സിന് സമാധാനവും ആത്മീയ ഊർജവും പകരുന്നു. ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ പ്രകൃതിയുടെ മനോഹാരിതയും ഭക്തിയുടെ പവിത്രതയും ഒരേപോലെ അനുഭവിക്കാൻ കഴിയും. മലമുകളിൽ കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. രാവിലെയോ വൈകുന്നേരമോ ഇവിടെ എത്തുന്നവർക്ക് പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. കുടുംബസമേതം സന്ദർശിക്കാൻ അനുയോജ്യമായ ഈ ക്ഷേത്രം ഭക്തർക്കു മാത്രമല്ല പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ്. നിരവധി പേർ ആത്മീയ യാത്രയുടെ ഭാഗമായി ഇവിടെ എത്തുകയും മുരുകന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ പളനിയിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് അതേ ഭക്തി ഭാവവും ആത്മീയ അനുഭവവും നൽകുന്ന ഒരു മനോഹര കേന്ദ്രമാണ് കോഴിക്കോട് മിനി പളനി. നിങ്ങൾ കോഴിക്കോട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം സന്ദർശിക്കണം. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് വഴി 7-8 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ സാധിക്കും. മുരുക ഭഗവാന്റെ അനുഗ്രഹവും പ്രകൃതിയുടെ ശാന്തതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ ഒരു സ്ഥലമാണിത്. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അന്നദാനം. എല്ലാ ദിവസവും അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം. അത് മാത്രമല്ല തമിഴ്നാട് പളനിയുമായി സാദൃശ്യമുള്ള ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതും അതേ പളനിയിലെ പൂജാരി തന്നെയാണ്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും പിന്നെ വൈകുന്നേരം നട തുറക്കുന്നത് 5 മണി മുതൽ രാത്രി 8:30 മണി വരെയുമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പാലഭിഷേകം, നെയ്യഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന, പുഷ്പാഞ്ജലി, കാവടി സമർപ്പണം എന്നിവയാണ്. ദിവസേന 6 തവണ പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുകൂടാതെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമിയുടെ വിഗ്രഹം തമിഴ്നാട്ടിലെ പ്രശസ്തമായ പളനി മുരുകൻ ക്ഷേത്രത്തിലെ ദേവരൂപത്തിന്റെ മാതൃകയിൽ പ്രതിഷ്ഠിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ മിനി പളനി എന്ന് വിളിക്കുന്നത്. ചെറിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടികൾ കയറി സന്ദർശനത്തിനെത്തുമ്പോൾ യഥാർത്ഥ പളനി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയെ ഓർമ്മിക്കുന്ന അനുഭവം നൽകുന്നു. മഹർഷിമാർ തപസ്സിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ലാറ്ററൈറ്റ് ശില ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഗുരുസ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്ര പരിസരത്തുള്ള സാമ്പ്രാണി വൃക്ഷം ഭക്തർക്കിടയിൽ വളരെ പവിത്രമായി കരുതപ്പെടുന്നു. നിരവധി ഭക്തർ ഈ വൃക്ഷത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട്. മുരുക ഭഗവാന്റെ ദിവ്യായുധമായ വേലിന്റെ 6 അടി ഉയരമുള്ള പഞ്ചലോഹ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഇത് വിവിധ മുരുക ക്ഷേത്രങ്ങളിൽ പൂജിച്ച ശേഷമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, കോഴിക്കോട് മിനി പളനി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.